പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 4 വെള്ളി. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹാർ യൂണിറ്റ് ടാസ്ക് ഫോഴ്സ് കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 27 പേരടങ്ങുന്ന സംഘത്തെ പിടികൂടിയത്. ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 37 ഏഷ്യൻ പൗരന്മാരെ മുസന്തൻ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയിരുന്നു. നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുസന്തൻ ഗവർണറേറ്റിൽ കടൽ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 25 വിദേശികളെ കോസ്റ്റ് ഗാർഡ് പിടികൂടിയിരുന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ജബൽ അക്തർ താഴ്വാരങ്ങൾ ഇപ്പോൾ പനിനീർ പൂക്കളുടെ സുഗന്ധത്തിലും ഇളം രക്തവർണ്ണത്തിലും പൊതിഞ്ഞു മൂടിയിരിക്കുകയാണ്. പർവ്വതത്തിന്റെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഉയർന്നു നിൽക്കുന്ന താഴ്വര മികച്ചയിനം റോസാച്ചെടികൾ വളരുന്നതിന് മികച്ചതാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റോസാപ്പൂവിന്റെ മാദക സുഗന്ധത്തിൽ അലിയാൻ പറ്റിയ സമയം കൂടിയാണിത്. മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ ജബൽ അക്തറിന്റെ 8ഓളം ഗ്രാമങ്ങളിൽ റോസാച്ചെടികൾ പൂർണ്ണമായും പൂത്തെളിയുന്ന കാലമാണ്. പനിനീർ പൂക്കൾ പൂത്തതോടെ സുന്ദര ദൃശ്യം കാണാനും ആസ്വദിക്കാനും നിരവധി സഞ്ചാരികളാണ് ഇവിടെയെത്തുന്നത്. പെരുന്നാൾ അവധി ദിനങ്ങളിൽ നൂറുകണക്കിന് പേർ ജബൽ അക്തർ സന്ദർശിച്ചിരുന്നു. ലോകത്തുടനീളം പുഷ്പങ്ങളുടെ റാണിയാണ് പനിനീർ പൂ. അതിന്റെ ഭംഗിയും സുഗന്ധവുമാണ് ഇതിന് കാരണവും. മസ്കത്ത് ഗവർണറേറ്റിലെ ഗുറിയാത്ത് വിലായത്തിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. നിരവധി കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അപകടത്തിൽ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടന്നയാളെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. അപകടത്തിൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. പരിക്കേറ്റവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. വ്യാഴാഴ്ച രാവിലെയോടെയാണ് അപകടമുണ്ടായത്. ഗുറിയാത്തിലെ പ്രധാന വാണിജ്യ മേഖലയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കഫേയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഉഗ്രശബ്ദത്തോടെയാണ് അപകടമുണ്ടായത്. കഫേയുടെ ഭൂരിഭാഗവും തകരുകയും തീ പടരുകയും ചെയ്തു. സമീപ കെട്ടിടങ്ങളെയും ഇത് ബാധിച്ചു. പൊട്ടിത്തെറിയുടെയും തീപിടുത്തത്തിന്റെയും ഫലമായി കെട്ടിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഉടൻ സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗം യൂണിറ്റുകളുടെ പെട്ടെന്നുള്ള ഇടപെടൽ തീ പടരുന്നതും കൂടുതൽ നാശനഷ്ടങ്ങളും ഒഴിവാക്കി. തീ നിയന്ത്രണ വിധേയമാക്കുകയും പടരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ സംഘടനയായ മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്ററും ചാം സ്പോർട്സ് ആൻഡ് ആർട്സും സംയുക്തമായി ഏപ്രിൽ 11 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ചെസ് വർക്ക് ഷോപ്പും ടൂർണമെന്റും സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം വഴി നടക്കും. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് അവസരം. സംഗീതകുമാർ, ഫൈസൽ ആലുവ, റഫീഖ് മാഞ്ഞാലി എന്നിവർ നേതൃത്വം നൽകും. രാജ്യത്ത് കാലാവസ്ഥ പതിയെ മാറുന്നു. താപനില ഉയർന്ന് ചൂടിലേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ റിപ്പോർട്ട് ചെയ്തു. ഹംറ അത്തൂറ പ്രദേശത്താണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40.1 ഡിഗ്രി രേഖപ്പെടുത്തിയത്. ബുറൈമി, ഫഹൂദ്, ഇബ്രി, അൽ അവാബി, മുദൈബി, മഹദ, ജയലാൻ, ബനി ബു ഹസൻ, ബൗഷർ, അൽ സമായിം, സുവൈഖ് എന്നീ പ്രദേശങ്ങളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് സൈഖ്, ജലൂനി, തുംറൈത്ത്, അൽ സമായിം, മഹ്ഷിൻ, അൽ മസ്യൂന, മർമൂൽ, ഷാലിം, നിസ്വ, യങ്കൽ, ഷിനാസ് എന്നീ പ്രദേശങ്ങളായിരുന്നുവെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഫോബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ
MA യൂസഫ് അലി മലയാളികളിൽ ഒന്നാമൻ. $550 കോടി യൂസഫ് അലിയുടെ ആസ്തി. ഇന്ത്യക്കാരിൽ 32-ാം സ്ഥാനത്തും ലോക സമ്പന്ന പട്ടികയിൽ 639-ാം സ്ഥാനത്തുമാണ് അദ്ദേഹം. $34,200 കോടി ആസ്തിയുമായി ടെസ്ല, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് ലോക സമ്പന്നരിൽ ഒന്നാമൻ. $21,600 കോടി ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തി. ഈദ് അവധി ദിനത്തിൽ സലാല ട്രാവലേഴ്സ് ക്ലബ് കെയർ ഫോണുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യുവാക്കൾ ചേർന്ന് സുൽത്താൻ കാബൂസ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഒരുക്കിയ ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. രാവിലെ കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേക ക്ഷണിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ഇത് 3-ാം തവണയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് അഡ്മിൻ സിറാജ് സിദാൻ പറഞ്ഞു. അഡ്മിന്മാരായ സിദ്ദീഖ് ബാബു, അനസ് പോപ്സ്, ഫാറൂഖ് സലാല, ഷിഹാബ് ആലടി നേതൃത്വം നൽകി. ആഗോളതലത്തിൽ കോവിഡ്-19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലത്തിന് 5 വർഷം. മഹാമാരിയുടെ ആഘാതം തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലോകരാജ്യങ്ങളെ പോലെ സുൽത്താനേറ്റിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതുവഴി ലോകത്തിന് തന്നെ മാതൃകയാകും വിധത്തിൽ മഹാമാരിയെ അതിവേഗം രാജ്യത്ത് നിന്നും പടികടത്താനും സുൽത്താനേറ്റിന് സാധിച്ചു. ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പാചകവാതകം ഉപയോഗിക്കുമ്പോഴും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണം. നേരിയ അശ്രദ്ധ പോലും വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതോ ചൂട് തട്ടാൻ സാധ്യതയുള്ളതോ ആയ ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കണം. സിലിണ്ടറുകൾ അടുക്കളയ്ക്കുള്ളിൽ വെച്ചുള്ള പാചകം അപകടങ്ങൾക്ക് വഴിയൊരുക്കും. സിലിണ്ടർ പുറത്തുവെച്ച് വായുസഞ്ചാരം ഉറപ്പാക്കണം. സിലിണ്ടറുമായി സ്റ്റൗവിനെ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ്, വാൽവ് തുടങ്ങിയവ ഇടയ്ക്കിടെ പരിശോധിക്കുകയും വാതകച്ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഉപയോഗിക്കാത്ത നോബുകൾ ഓഫ് ആണെന്ന് ഉറപ്പാക്കണം. പാചകം കഴിഞ്ഞാൽ ഗ്യാസ് റെഗുലേറ്റർ അടയ്ക്കണം. സിലിണ്ടറിന് കേടുപാടുണ്ടോയെന്ന് പരിശോധിക്കണം. തീപിടുത്ത സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ, വൈദ്യുത സ്വിച്ചുകൾ തുടങ്ങിയവയ്ക്ക് സമീപം സിലിണ്ടർ വയ്ക്കരുത്. സിലിണ്ടർ നേരെ വയ്ക്കണം. ഒരു സിലിണ്ടറിൽ നിന്ന് കൂടുതൽ ട്യൂബുകൾ ഘടിപ്പിക്കരുത്. മുറുകാത്ത റെഗുലേറ്ററോ പൈപ്പോ സ്ഥാപിക്കരുത്. ഉരുണ്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ സിലിണ്ടർ ചെരിച്ചിടരുത്. തീയോ തീപ്പൊയ്തയോ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും സിലിണ്ടർ മാറ്റിവെക്കുക. അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അളവുകളും ഇത്തരം സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഖാപൂറയിൽ വടക്കൻ ബാത്തിന നഗരസഭയൊരുക്കിയ ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി. പരമ്പരാഗത കലാപ്രകടനങ്ങൾ, പ്രദർശനങ്ങൾ, പ്ലാസ്റ്റിക് ആർട്സ് കോർണർ, വിനോദ പരിപാടികൾ, ഫോട്ടോ ഫ്രെയിമുകൾ, മത്സരങ്ങൾ തുടങ്ങിയവ ഈദ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ രാത്രിയിലും തുടർന്നു. ഓരോ ദിവസവും ഖാപൂറയിലെയും പരിസരങ്ങളിലെയും 100 കണക്കിന് പേരാണ് ഈദ് ഫെസ്റ്റിവലിൽ എത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.